നിങ്ങൾക്ക് എന്താവണം എന്ന് മുൻപൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്കൂളിലൊക്കെ ചെറിയ സ്കൂളുകളിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചേഴ്സ് അല്ലേ. അപ്പോൾ പലരും പല കാര്യങ്ങളും പറയും. പക്ഷേ ഇപ്പോൾ ഈ ഒരു ടൈമിലും മക്കളോട് നിങ്ങൾക്ക് എന്താവണം എന്ന് ചോദിച്ചാൽ ഓക്കെ അന്ന് പറഞ്ഞതുപോലെ നമുക്ക് തോന്നിയത് പറയുക എന്നതിൽ നിന്നും എത്ര പേർക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട്? നിങ്ങളിപ്പോൾ +1 അല്ലെങ്കിൽ +2 കൊമേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള മക്കൾ എത്ര പേര് എനിക്ക് ഈ ഒരു കരിയറാണ് ആവശ്യം, അല്ലെങ്കിൽ ഞാൻ ഈ പഠിക്കുന്നത് ഈ ഒരു കരിയറിന് വേണ്ടിയിട്ടാണ് എന്ന് തീരുമാനിച്ചു വെച്ച എത്ര പേരുണ്ട്? കുറവായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ടത് ആ കാര്യമാണ്. +1 +2 എന്ന് പറയുന്നത് പലരും പറയും അല്ലെ, +2 കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ തീരുമാനിക്കാം. അങ്ങനെയല്ല. +1 +2 എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കരിയർ ഇനി എന്താവണം എന്നുള്ളത് സെറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം +1 +2 നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, കൊമേഴ്സ് നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ആ ഒരു കൊമേഴ്സിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന കരിയർ ഏത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 വർഷം മുന്നോട്ട് പോവുക. ദെൻ അതിനുശേഷം +2 ശേഷം നമുക്ക് ആ ഒരു കരിയറിൽ എത്താൻ ഏത് വഴിയാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു കരിയറിൽ എത്തേണ്ടത് എന്ന് നമ്മൾ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെക്കുക. പലരും ചെയ്യാത്ത കാര്യമാണ്, ചെയ്യണം. ഓക്കെ, നമ്മൾ ഈ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നീങ്ങുക എന്നുള്ളതല്ല, നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ സിറ്റുവേഷൻസിന് നമ്മൾ മാറ്റുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപ്പോൾ പലരും +1 +2 എല്ലാം കഴിഞ്ഞുകൊണ്ട് കരിയറിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് കുറച്ചൊന്ന് നേരത്തെ ആക്കണം. കരിയറിനെ കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് തുടങ്ങണം.